സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന അന്ന് മുതൽ തന്നെ ദിവസങ്ങളും മാസങ്ങളും വർഷവുമെല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട്. 12 മാസങ്ങളും 7 ദിവസവും അന്നു മുതലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി വെച്ചതാണ്. പണ്ടുകാലം മുതലേ മാസങ്ങൾക്കും ദിവസങ്ങൾക്കും പേര് നൽകപ്പെട്ടിട്ടുമുണ്ട്. അറബി ഭാഷയിൽ വെള്ളിയാഴ്ച ദിവസത്തിന് പറയുന്ന പേരാണ് യൗമുൽ ജുമുഅ എന്നുള്ളത്. ജുമുഅ നമസ്കാരം ആ ദിവസത്തിൽ ഉള്ളത് കൊണ്ടാണ് ആ ദിവസത്തിന് യൗമുൽ ജുമുഅ എന്ന് പേര് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിന്റെ പ്രത്യേകതയായി പഠിപ്പിച്ചത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ശ്രേഷ്ഠമായ ദിവസം എന്നാണ്. എല്ലാ ദിവസങ്ങളിലും സൂര്യൻ ഉദിക്കുന്നുണ്ട്, എന്നാൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതിനുള്ള കാരണം തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ നിശ്ചയിക്കപ്പെട്ട ജുമുഅ നമസ്കാരമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മറ്റൊരിക്കൽ വിശ്വാസികളുടെ മുസ്ലിമീങ്ങളുടെ ആഘോഷ ദിവസമാണ് വെള്ളിയാഴ്ച എന്നും പറയപ്പെട്ടതായി കാണാൻ സാധ്യമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികളുടെ പെരുന്നാളായി നിശ്ചയിക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം, സൂര്യൻ ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസം, ഈ ദിവസത്തിനും ആ ദിവസത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ജുമുഅ നമസ്കാരത്തിനും ആ ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളും അദബുകളുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ദിവസത്തിൽ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ, ഈ ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ, ചില സുന്നത്തുകൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുന്നത്തുകൾ പാലിക്കുമ്പോഴാണ് ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് പരിപൂർണമായും കരസ്ഥമാക്കാൻ കഴിയുന്നത്. മുൻകാലഘട്ടങ്ങളിലെ പ്രവാചകന്റെ അനുയായികൾക്ക് ആരാധനകൾക്ക് പ്രത്യേകമാക്കിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ബനൂ ഇസ്രായേലിയർക്ക് ശനിയാഴ്ച ദിവസമായിരുന്നെങ്കിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിന് ഞായറാഴ്ച ദിവസമായിരുന്നു. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നമുക്ക് പ്രത്യേകമായി നിശ്ചയിച്ച ദിവസം അത് വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചെയ്യാൻ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. സഹോദരന്മാരെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമുഅ നമസ്കാരം എന്നുള്ളത്. ആ ജുമുഅ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചില മര്യാദകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മര്യാദകൾ നമ്മൾ പഠിക്കുകയും ഓരോ വെള്ളിയാഴ്ചയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പറയപ്പെടുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിയ്യത്ത് നന്നാക്കിയാൽ അതിനെല്ലാം വലിയ കൂലി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മര്യാദകളും അദബുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമുഅ നമസ്കാരത്തിലേക്ക് ഒരാളെ പുറപ്പെടുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ പഠിപ്പിച്ച കാര്യം അവൻ കുളിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞു, ഇദാ ജാഅ അഹദുകുമുൽ ജുമുഅ ഫല്യഗ്തസിൽ, നിങ്ങളിൽ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വേണ്ടി വരുന്നുവെങ്കിൽ അവൻ കുളിച്ചു കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ കുളി സുന്നത്താക്കപ്പെട്ട കുളിയാണ്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ആഴ്ചയിൽ ഒരു വ്യക്തി മറ്റ്6 ദിവസങ്ങളിലും കുളിച്ചിട്ടില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ പ്രത്യേകം സുന്നത്താക്കിയിട്ടുണ്ട് എന്ന്. മാത്രവുമല്ല, ആ വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിക്കേണ്ട കുളിയുടെ രൂപം എങ്ങനെയാണ് എന്നും നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ജനാബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പുരുഷൻ കുളിക്കുന്നത് പോലെ ഒരു സ്ത്രീ അവരുടെ ജനാബത്തിനും ഹൈദിന് ശേഷം ശുദ്ധിയായാൽ കുളിക്കുന്ന രൂപത്തിലാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ കുളിക്കേണ്ടത്. ഇടത് കൈ കൊണ്ട് ഗുഹ്യാവയം കഴുകി വൃത്തിയാക്കുകയും ശേഷം ആ ഇടത് കൈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പരിപൂർണമായും വുളൂ ചെയ്ത് പിന്നീട് ശരീരത്തിലെ അവയവങ്ങൾ മുഴുവനും നനയുന്ന രൂപത്തിൽ തലയിലും ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമെല്ലാം പരിപൂർണമായും നനയുന്ന രൂപത്തിൽ 3 വട്ടമെങ്കിലും വെള്ളം കോരി ഒഴിച്ചാണ് ഒരു മനുഷ്യൻ കുളിക്കേണ്ടത്. പരിപൂർണമായും വുളൂ ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ തല തടവൽ വരെ ചെയ്തതിന് ശേഷം കുളിക്ക് ശേഷം കാല് കഴുകുന്ന രൂപമോ അവനാകാവുന്നതാണ്. ആ രൂപത്തിൽ പ്രത്യേകമായ ഒരു രൂപത്തിൽ തന്നെ കുളിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ആ രൂപത്തിൽ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കുളിക്കാൻ പഠിപ്പിച്ചത്. മാത്രവുമല്ല,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളി മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ കൂലി കരസ്ഥമാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, വെള്ളിയാഴ്ച ജുമഅക്ക് വന്ന് പരിപൂർണമായ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണമെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുരുക്കി ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞതായി കാണുവാൻ സാധ്യമാകും. പ്രവാചകൻ പഠിപ്പിച്ചു, മൻ ഇഗ്തസല യൗമൽ ജുമഅ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിച്ചു, എന്നിട്ടോ അവൻ ചെയ്യുന്നത് വലബിസ മിൻ അഹ്സനി സിയാബിഹി, അവനുള്ള വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു. വെള്ളിയാഴ്ച ദിവസത്തിൽ പുതിയ വസ്ത്രമോ അതല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമോ ധരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സുന്നത്താക്കിയിട്ടുണ്ട്. അതും വെള്ളിയാഴ്ചയിൽ വെള്ള വസ്ത്രം ധരിക്കുന്നത് പ്രത്യേകം സുന്നത്താണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണുവാൻ സാധ്യമാകും. അങ്ങനെ കുളിച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു. പിന്നെയോ വമസ്സ മിൻ ത്വീബിൻ, പുരുഷന്മാരാണെങ്കിൽ അവർ സുഗന്ധം പൂശിയിട്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്. വസ്ത്രത്തിൽ അവൻ സുഗന്ധം പൂശുകയും ചെയ്തു. സുമ്മ അത്തൽ ജുമഅ, ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് അവൻ ജുമഅ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നതെങ്കിൽ, എന്നിട്ടോ ഫലം യതഖത്ത അറാഖൻ നാസ്, പള്ളിയിലേക്ക് കടന്നു വന്ന ശേഷം ആളുകളുടെ തോള് ഷോൾഡർ ചാടിക്കടക്കാതെ അവൻ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയിൽ കയറിയാൽ നമസ്കരിക്കാനായി പഠിപ്പിച്ച തഹീയ്യത്ത് നമസ്കാരം അവൻ നമസ്കരിക്കുകയും ചെയ്യുന്നു. ഇമാമ് ഖുതുബക്ക് വേണ്ടി പുറപ്പെട്ട ആ സമയം മുതൽ, ഖുതുബ ആരംഭിച്ചത് മുതൽ നമസ്കാരം പിരിയുന്നത് വരെ അവൻ അൻസത, സംസാരിക്കാതെ നിശബ്ദനായിക്കൊണ്ട് അവൻ ആ ജുമഅ നമസ്കാരത്തിൽ ഇരിക്കുകയും ചെയ്താൽ, ഖുതുബയിൽ ഇരിക്കുകയും ചെയ്താൽ കാനത് കഫാറത്തൻ ലിമാ ബൈനഹാ വബൈന ജുമഅതിഹി അല്ലതി ഖബ്ലഹാ, ഇത്രയും കാര്യങ്ങൾ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവന് ആ ജുമഅയുടെയും തൊട്ട് മുമ്പത്തെ ജുമഅയുടെയും ഒരാഴ്ചക്കിടയിലുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ് ഇത്രയും കാര്യങ്ങളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം, നേരത്തെ പള്ളിയിലേക്ക് എത്തണം, ആളുകളുടെ ഷോൾഡർ ചാടിക്കടക്കാതെ പള്ളിയിലേക്ക് വന്ന് തഹിയ്യത്ത് നമസ്കരിച്ചിരിക്കണം. ജുമുഅ കഴിയുന്നത് വരെ അവൻ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ഈ പറയപ്പെട്ട ജുമഅയുടെ കൂലി ലഭിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ. ജുമഅ നടക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കുക എന്ന വിഷയത്തെ പ്രവാചകൻ അതിഗൗരവമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകനെ പറഞ്ഞു, ഇദാ ഖുൽത ലി സാഹിബിക അൻസിത് വൽ ഇമാമു യഖ്തുബ് ഫഖദ് ലഗൗത, ഇമാമു ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംസാരമാണ്. മിണ്ടാതിരിക്കുക എന്ന് നിന്റെ അടുത്തുള്ളവരോട് നീ പറഞ്ഞാൽ നീ വളരെ ഗുരുതരമായ പാതകമാണ് ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നോക്കൂ സഹോദരന്മാരെ, സംസാരിക്കുന്നവരോട് സംസാരിക്കരുത് എന്ന് പറയൽ പോലും ഗുരുതരമാണ് എങ്കിൽ സംസാരിക്കുന്നത് എത്രത്തോളം ഗൗരവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഹദീസിലൂടെ അതേ രൂപത്തിൽ സംസാരിക്കാതിരുന്നാൽ മാത്രമാണ് ഒരു മനുഷ്യന് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം അവന് പള്ളിയിലേക്ക് കടന്നു വരേണ്ടത്. മാത്രവുമല്ല, അതിന് പുറമെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് സഹോദരന്മാരെ, പല്ലു തേക്കുക എന്നുള്ളതാണ്. പ്രവാചകനെ പറഞ്ഞു, ഇന്ന ഹാദാ യൗമു ഈദിൻ, നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു പെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾ ദിവസമാണ്. ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ, വിശ്വാസികൾക്ക് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു പെരുന്നാളായി നിശ്ചയിച്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ. ഫമൻ ജാഅ ഇലൽ ജുമഅതി ഫല്യഗ്തസിൽ, അപ്പോൾ ആരെങ്കിലും ജുമഅക്ക് വരുന്നുവെങ്കിൽ അവൻ കുളിക്കട്ടെ. വഇൻ കാന തീബുൻ ഫല്യമസ്സ മിൻഹു, അവന്റെ കയ്യിൽ സുഗന്ധമുണ്ടെങ്കിൽ അവനത് പൂശിക്കൊള്ളട്ടെ. വഅലൈക്കും ബിസ്സിവാക്, നിങ്ങൾക്ക് പല്ലു തേക്കലുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. പല്ലു തേക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക സുന്നത്തായി കൊണ്ട് എല്ലാ സമയത്തും പഠിപ്പിച്ച കാര്യമാണ്. ലൗലാ അൻ അശുഖ അലാ ഉമ്മതി ലഅമർതഹും ബിസ്സിവാക്, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടായില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് പല്ലു തേക്കൽ നിർബന്ധമാക്കുമായിരുന്നുവെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ സമയത്തും വുളൂവിന്റെ സമയത്തുമെല്ലാം പ്രത്യേകമായി കൊണ്ട്, വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്തും ഉറങ്ങി എഴുന്നേറ്റാലും എല്ലാം പ്രത്യേകമായി പല്ലു തേക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പല്ല് തേക്കലിനെ കുറിച്ച് പറഞ്ഞത് മത്ഹിറത്തൻ ലിൽ ഫമി വമറളാത്തിൻ ലിർറബ്ബ്, പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ അത് വായക്ക് ശുദ്ധിയും അള്ളാഹുവിന് തൃപ്തിയുമാണ് എന്നാണ്. നമ്മൾ പല്ല് തേക്കുമ്പോൾ വായ ശുദ്ധിയാകുന്നതോടൊപ്പം തന്നെ അതുവഴി അള്ളാഹുവിന് നമ്മളോട് തൃപ്തി ഉണ്ടാകും. അതുകൊണ്ട് സാധ്യമാകുന്ന സമയത്തെല്ലാം പല്ല് വൃത്തിയാക്കുക. വായ എപ്പോഴൊക്കെ ദുർഗന്ധമാകുന്നുണ്ടോ ആ സമയത്തെല്ലാം പല്ല് തേക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിക്കുന്നതോടൊപ്പം തന്നെ ആ സമയത്ത് പല്ലു തേക്കലും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയപ്പെട്ട രൂപത്തിൽ പല്ലു തേച്ച് കുളിച്ച് വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി പള്ളിയിലേക്ക് അവർ എപ്പോഴാണ് പുറപ്പെടേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ജുമ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തേണ്ടത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തല്ല. ജുമ നമസ്കാരം നടക്കുന്നതിന് മുമ്പ് എത്തിയാൽ മതി എന്നല്ല, മറിച്ച് എപ്പോഴാണ് ഏത് സമയത്താണ് പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ജുമ എന്ന് പറഞ്ഞാൽ അത് കേവലം 2 റക്അത്ത് നമസ്കാരം മാത്രമല്ല, അതിന് മുമ്പേയുള്ള ഖുതുബ എന്നുള്ളത് ജുമഅക്ക് ഷർത്താക്കി വെച്ച കാര്യമാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ആ 2 ഖുതുബകൾ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് നേരത്തെ എത്താൻ വേണ്ടി പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ നേരത്തെ എത്തുന്നവർക്ക് വലിയ കൂലിയുണ്ട് എന്നും പ്രവാചകനെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന യൗമുൽ ജുംഅ, വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ, കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ, പള്ളിയുടെ ഓരോ വാതിലിലും പുരുഷന്മാരുടെ ഭാഗത്താകട്ടെ സ്ത്രീകളുടെ ഭാഗത്താകട്ടെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ബാബിലും അള്ളാഹു മലായിക്കത്തുകളെ, അള്ളാഹുവിന്റെ മലക്കുകളെ നിശ്ചയിക്കും. യക്തുബൂനൽ അവ്വൽ ഫൽ അവ്വൽ, ആദ്യം വരുന്ന ആളുകളുടെ പേര് ആ മലക്കുകൾ രേഖപ്പെടുത്തുമെന്നാണ്. ഫഇദാ ജലസൽ ഇമാം, ഇമാം പള്ളിയിലേക്ക് വന്ന് മിമ്പറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തബൗ അസ്സുഹഫ, ആ മലക്കുകൾ അവരുടെ ഏടുകൾ പൂട്ടിവെക്കുകയും വജാഉ യസ്തമിഊന ദിക്ർ, ഇമാമിന്റെ ഖുതുബ ശ്രവിക്കാൻ വേണ്ടി മലക്കുകൾ അവിടേക്ക് പ്രവേശിച്ചിരിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ദിവസം നമ്മൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. പള്ളിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പേര് മലക്കുകളുടെ രേഖയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജുമഅ തുടങ്ങുന്നതിന്റെ ഖുതുബ തുടങ്ങുമ്പോൾ പള്ളിയിൽ എത്തിയിരിക്കണം. അല്ല എങ്കിൽ നമസ്കാരം ഒരുപക്ഷെ ജുമയായിക്കൊണ്ട് വീടുമായിരിക്കാം, പക്ഷേ അള്ളാഹുവിന്റെ കണക്കുകളിൽ ഏടുകളിൽ ജുമഅക്ക് എത്തിയതിന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കില്ല എന്നാണ്. നമ്മൾക്ക് വെള്ളിയാഴ്ച ദിവസം ആഴ്ചയിലെ ഒരു ദിവസം മാത്രം നിശ്ചയിക്കപ്പെട്ട ഖുതുബക്ക് വേണ്ടി ജുമഅ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ എത്താൻ സാധ്യമാകുന്നില്ല എങ്കിൽ സഹോദരന്മാരെ, നമ്മൾ എത്ര ഗുരുതരമായ വിഷയമാണ് ചെയ്യുന്നത്. നേരത്തെ ഖുതുബയിലേക്ക് എത്തുക, ശ്രമിക്കുക എന്നുള്ളത് നമ്മൾക്ക് നിർബന്ധമാക്കി വെക്കപ്പെട്ട വിഷയമാണ്. ഏത് പള്ളിയിലാകട്ടെ, ഏത് ഖത്തീബാകട്ടെ, ആ ഖത്തീബിന്റെ വാഗ്ധാരണിയെ അതനുസരിച്ചല്ല നമ്മളെ സംബന്ധിച്ചത്. ഏത് ഖുതുബയായിരുന്നാലും ആ ഖുതുബക്ക് വേണ്ടി തുടക്കം മുതൽ എത്തുക എന്നുള്ളത് നമ്മൾ നമസ്കരിച്ചു എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്താൻ വേണ്ടി നിയമമാക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പള്ളിയിലേക്ക് എത്തുവാൻ കഴിയേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു ശർഈയായ കാരണങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ വൈകുന്നത് ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഇളവുകൾ ഉണ്ടായേക്കാം. പക്ഷേ എപ്പോഴും വൈകുന്ന എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ തുടങ്ങിയ ശേഷം മാത്രം പള്ളിയിലേക്ക് കടന്നു വരിക എന്നുള്ളത് സഹോദരന്മാരെ ഒരിക്കലും അതൊരു അത്യാവശ്യമായി കൊണ്ട് പരിഗണിക്കുവാനേ സാധ്യമാവുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ ഖുതുബകൾ അവർക്ക് വേണ്ടി ജുമഅകൾ രേഖപ്പെടുത്തപ്പെടുകയില്ല എന്ന് വളരെ ഗുരുതരമായി കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ പള്ളിയിലേക്ക് എത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മസലുൽ മുഹ്ജരി കമസലിൽ ലദി യുഹ്ദി അൽ ബദന, നേരത്തെ എത്തുന്ന ഒരു മനുഷ്യൻ, പള്ളിയിലേക്ക് ഏറ്റവും ആദ്യം എത്തുന്ന മനുഷ്യൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഒട്ടകത്തെ വിതരണം ചെയ്ത കൂലിയാണ് അല്ലാഹു രേഖപ്പെടുത്തുന്നത്. സുമ്മ കല്ലദി യുഹ്ദി ബഖറ, പിന്നീട് വരുന്ന ആളുകൾക്ക് അല്ലാഹു ഒരു പശുവിനെ അറുത്ത് വിതരണം ചെയ്ത കൂലിയാണ് രേഖപ്പെടുത്തുന്നത്. സുമ്മ കല്ലദി യുഹ്ദി അൽ കബിഷ്, പിന്നീട് വരുന്നവർക്ക് ഒരു ആടിന്റെ കൂലിയാണ്. സുമ്മ കല്ലദി യുഹ്ദി അദ്ദജാജ, പിന്നെ വരുന്നവർക്ക് ഒരു കോഴിയുടെ കൂലിയാണ്. സുമ്മ കല്ലദി യുഹ്ദി അൽ ബൈള, പിന്നെ വരുന്നവർക്ക് ഒരു മുട്ട വിതരണം ചെയ്ത കൂലിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളിയിലേക്ക് നേരത്തെ എത്തുന്നതിന് കൂലിയാണ് പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ കൂലി ആർക്കാണ് ലഭിക്കുന്നത്? ഒരു പള്ളിയിൽ ആദ്യമായി ജുമഅ നമസ്കരിക്കാൻ വേണ്ടി കടന്നു വരുന്ന ആൾക്ക് ഒട്ടകത്തിന്റെയും, രണ്ടാമത് വരുന്നവർക്ക് പശുവിന്റെയും, മൂന്നാമത് വരുന്നവർക്ക് ആടിന്റെയും, അങ്ങനെയാണോ?
ചില ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ല. അങ്ങനെയാണ് എങ്കിൽ ഓരോ പള്ളികളും വ്യത്യാസമായിരിക്കും. ചില പള്ളികളിലൊക്കെ 12 മണിക്ക് തന്നെ ആളുകൾ വന്ന് വരാറുണ്ട്. വേറെ ചില പള്ളികളിൽ ജുമുഅ തുടങ്ങുമ്പോൾ 4-5 ആളുകൾ മാത്രം ഉണ്ടാകും, പിന്നെയാണ് ആളുകൾ കടന്നു വരിക. അങ്ങനെയാകുമ്പോൾ ജുമുഅ തുടങ്ങിയിട്ടും കയറി വരുന്നവർക്ക് മുട്ടയുടെ കൂലി കിട്ടുമെന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല കാര്യം. പണ്ഡിതന്മാർ ഈ കാര്യത്തെ കൃത്യമായി വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒട്ടകം, പശു, ആട്, കോഴി, മുട്ട, ഇങ്ങനെ 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളുടെ കൂലി ലഭിക്കുന്നത് സമയത്തെ പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ളുഹാ സമയം ആരംഭിച്ചത് മുതൽ സൂര്യോദയത്തിന് ശേഷം സൂര്യൻ ഉദിച്ചൊരു കുന്തത്തിന്റെ അത്രയും ഉയരത്തിലേക്ക് എത്തിയതിന് ശേഷമാണ് ളുഹാ സമയം ആരംഭിക്കുന്നത്. ആ സമയം മുതൽ ഖുത്ബ തുടങ്ങും വരെയുള്ള സമയത്തെ മൊത്തം 5ആയി ഡിവൈഡ് ചെയ്യും, വീതിക്കും. ആ 5ൽ ആദ്യത്തെ ഒരു ഭാഗത്ത് വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഒട്ടകം ലഭിക്കുക. പിന്നെ വരുന്നവർക്കാണ് പശുവിന് ലഭിക്കുക. പിന്നെ വരുന്നവർക്കാണ് ആടിന് ലഭിക്കുക. അങ്ങനെയാകുമ്പോൾ മിക്കപ്പോഴും പല ആളുകൾക്കും ലഭിക്കുന്നത് വെറും മുട്ടയുടെ കൂലി മാത്രമായിരിക്കും. സുഹൃത്തുക്കളെ, ഈ കൂലി ലഭിക്കണമെങ്കിൽ നേരത്തെ പള്ളിയിലേക്ക് എത്തുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് സഹോദരന്മാരെ, പള്ളിയിലേക്ക് വരുന്നത് സ്വന്തമായി വാഹനമുണ്ടെങ്കിലും നടന്നു വരുന്നവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പുണ്യം പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകനെ പറഞ്ഞു, മൻ ഗസ്സല യൗമൽ ജുമുഅ വഗ്തസൽ സുമ്മ ബക്കറ വബ്തകർ, ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു, വമശാ വലം യർകബ്, എന്നിട്ട് അവൻ നടന്നാണ് പള്ളിയിലേക്ക് പോയത്, വലം യർകബ്, അവൻ വാഹനപ്പുറത്തല്ല പള്ളിയിലേക്ക് പോയത്. എന്നിട്ടോ വദനാ മിനൽ ഇമാമി, ഇമാമിന്റെ അടുത്തവർ പോയി ഇരിക്കുകയും ചെയ്തു, എന്നിട്ട് അവന് ഖുത്ബ ശ്രവിക്കുകയും ചെയ്തുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അവന് കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അമലു സനത്തിൻ വഅജ്റു സിയാമിഹ വഖിയാമിഹ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കുളിക്കുന്നു, നേരത്തെ പുറപ്പെടുന്നു, വാഹനപ്പുറത്ത് കയറാതെ നടന്നാണ് പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ, എന്നിട്ട് അവൻ ഇമാമിന്റെ അടുത്താണ് വന്നിരിക്കുന്നതെങ്കിൽ, അവൻ പള്ളിയിലേക്ക് വന്ന ഓരോ കാലടിക്കും 1 വർഷം പരിപൂർണമായും നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും ചെയ്ത കൂലി ലഭിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ആ കൂലി നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു കാലടി വെക്കുമ്പോൾ 1 വർഷം മുഴുവൻ നോമ്പും നമസ്കാരവും അനുഷ്ഠിച്ച കൂലി, അടുത്ത കാലടിക്ക് അത്രയും കൂലി. എത്ര നമ്മൾ കാലടികൾ എടുത്തു വെക്കുന്നുവോ അത്രയും വർഷം നോമ്പും നമസ്കാരവും അനുഷ്ഠിച്ച് കൂലി ലഭിക്കുമെങ്കിൽ സഹോദരന്മാരെ, ആ കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അവൻ വീട്ടിൽ നിന്ന് കുളിക്കുകയും വുളൂ ചെയ്തുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത്. പള്ളിയിൽ വന്നല്ല വുളൂ ചെയ്യേണ്ടത്, വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടണം. അതിനിടയിൽ വുളൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പള്ളിയിൽ വന്ന് വീണ്ടും വുളൂ ചെയ്യാൻ പ്രശ്നമുള്ള കാര്യമില്ല. ശുദ്ധിയായിക്കൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടാലാണ് ഈ കൂലി നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യം, പള്ളിയിലേക്ക് അവൻ വന്നു കഴിഞ്ഞാൽ അവൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പള്ളിയിൽ ഏറ്റവും അകലത്ത് പോയിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇമാമിനോട് ഏറ്റവും അടുത്ത് വന്നിരിക്കുക എന്നുള്ളത് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ച വിഷയമാണ്. പ്രവാചകൻ പറഞ്ഞു, ഉഹ്ളുറു അദ്ദിക്റ, നിങ്ങൾ ജുമുഅക്ക് വേണ്ടി നിങ്ങൾ ഹാജരാകണം. വദുനൂ മിനൽ ഇമാം, നിങ്ങൾ ഇമാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കണം. ഫഇന്ന الرجل لا يزال يتباعد حتى يؤخر في الجنة وإن دخلها, ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വന്നുകൊണ്ട് അവൻ പിന്നോക്കം നിൽക്കുന്നുവെങ്കിൽ, അവൻ അകന്നകന്ന് നിൽക്കുന്നുവെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടുവെങ്കിലും അവനെ ഏറ്റവും വിദൂരത്തായിരിക്കും ഉണ്ടാക്കുക എന്നാണ്. സ്വർഗത്തിന് ഏറ്റവും അകത്തേക്ക് ഉന്നതമായ പ്രതിഫലങ്ങളിലേക്ക് അള്ളാഹുവിനെ പ്രവേശിപ്പിക്കുകയില്ല. സ്വർഗത്തിൽ ഏറ്റവും ഉള്ളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഉന്നതമായ കൂലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഇമാമിന്റെ ഏറ്റവും അടുത്തേക്ക് ആദ്യത്തെ സഫിലേക്ക് ചേർന്നുകൊണ്ട് നിൽക്കാൻ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിലെ ഈ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരേണ്ടത്. ഇനിയോ ഒരു വ്യക്തി പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അവൻ 2 റക്അത്ത് തഹീദ് നമസ്കരിച്ചിരിക്കണം എന്നാണ്. പള്ളിയിലേക്ക് കടന്നു വന്നാൽ നേരെ വന്നിരിക്കുകയല്ല, മറിച്ച് 2 റക്അത്ത് തഹീദ് നമസ്കരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കയറി വന്ന് ജുമ നമസ്കാരത്തിനിടയിൽ ഖുതുബ നടക്കുന്നതിനിടയിൽ പള്ളിയിലേക്ക് കയറി വന്ന് തഹീദ് നമസ്കരിക്കാതിരുന്നവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി, താങ്കൾ നമസ്കരിച്ചു, അസ്വല്ലൈത യാ ഫുലാൻ,
നീ നമസ്കരിച്ചോ മനുഷ്യ? ആ മനുഷ്യൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖും ഫർക, എങ്കിൽ നീ എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ പള്ളിയിലേക്ക് ഇദാ ഹളറ അഹദുകുമുൽ മസ്ജിദ, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് കയറി വന്നാൽ ഫലാ യജ്ലിസ് ഹത്താ യർകഅ റകഅതൈനി, അവൻ 2 റക്അത്ത് നമസ്കരിക്കും വരെ അവൻ ഇരിക്കാൻ പാടില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ തഹീദ നമസ്കാരം സഹോദരന്മാരെ പള്ളിയിലേക്ക് എപ്പോൾ കയറി വന്നാലും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അത് ഇമാം ഖുതുബ പറയുമ്പോഴാണെങ്കിലും ശരി, പള്ളിയിലേക്ക് പ്രവേശിച്ച് അവിടെ ബാങ്ക് വിളിക്കുമ്പോഴാണെങ്കിലും ശരി. സഹോദരന്മാർ, ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇമാമിന്റെ ഖുതുബ ശ്രവിക്കുക എന്നുള്ളത് അവന്റെ ഖുതുബ, അവന്റെ ജുമ പരിപൂർണമായി രേഖപ്പെടുത്താൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്, അഥവാ അത് വാജിബാണ്. സംസാരിക്കാതെ കേൾക്കുക എന്നുള്ളത്, അടുത്തുള്ളവരോട് സംസാരിക്കാതെ, മൊബൈൽ ഫോണിൽ വല്ലതും നോക്കാതെ, ഒന്നും ചെയ്യാതെ, പരിപൂർണമായും ഉറങ്ങാതെ ഒക്കെ അത് ശ്രവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഖുതുബ ശ്രവിക്കൽ അവന് വാജിബായ വിഷയമാണ്. എന്നാൽ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ അതിന് ജവാബ് നൽകുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇമാമു സലാം പറഞ്ഞ് ജുമക്ക് വേണ്ടി ബാങ്ക് വിളിക്കപ്പെടുന്ന സമയത്താണ് അവൻ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ അവൻ ചെയ്യേണ്ടത്, ആ ബാങ്ക് തീരുന്നതിന് മുമ്പ് വേഗത്തിൽ 2 റക്അത്ത് നമസ്കരിച്ച് ഖുതുബ തുടങ്ങും മുമ്പ് നമസ്കാരം പൂർത്തിയാക്കിയിട്ട് തുടക്കം മുതൽ തന്നെ ഖുതുബ ശ്രവിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ചില ആളുകളൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്, പള്ളിയിലേക്ക് വന്നാൽ ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകൽ വളരെ പുണ്യമുള്ള കാര്യമായതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ബാങ്കിന് പരിപൂർണമായും ജവാബ് നൽകുകയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും പിന്നെ ഖുതുബ ആരംഭിക്കുമ്പോൾ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി അതൊരിക്കലും ശരിയല്ല. കാരണം ബാങ്കിന് ഉത്തരം കൊടുക്കൽ സുന്നത്തും ജുമ ശ്രമിക്കൽ ഫർളുമാണ് നമ്മൾ മനസ്സിലാക്കുക. സഹോദരിമാരെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിശ്ചയിച്ച് നൽകിയത് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി, പുണ്യങ്ങൾ ഒരുപാട് വാരിക്കൂട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ധാരാളക്കണക്കിന് പുണ്യങ്ങൾ വാരിക്കൂട്ടുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മത്സരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുന്നു ഉപദേശിക്കുന്നു. സഹോദരന്മാരെ, വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളാണ് സൂചിപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച, ജുമയുമായി ബന്ധപ്പെട്ട് ഖുതുബ ശ്രവിക്കുന്ന സന്ദർഭങ്ങളിലല്ലാതെ അതിന് മുമ്പോ ശേഷമോ ഒക്കെ ആയിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ചില സുന്നത്തുകൾ കൂടിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം വെള്ളിയാഴ്ച ദിവസം. ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ, നിശ്ചയമായും നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ പ്രത്യേകതയായിക്കൊണ്ട് ഫീഹി ഖുലിഖ ആദം, വെള്ളിയാഴ്ച ദിവസമാണ് അല്ലാഹു ആദം നബിയെ പടച്ചത്. വഫീഹി ഖുബില, വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു മരിപ്പിച്ചത്. വഫീഹി അന്നഫഖ, വെള്ളിയാഴ്ച ദിവസമാണ് ലോകാവസാനം സംഭവിക്കുന്നത്. വഫീഹി സഅഖ, അന്നേ ദിവസമാണ് ലോകാവസാനം സംഭവിക്കുന്നത്. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി, നിങ്ങൾ അതുകൊണ്ട് ആ വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ സ്വലാത്തുകൾ നിങ്ങൾ അധികരിപ്പിക്കുക. ഫഇന്ന സ്വലാത്തകും മഅറൂളത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളെല്ലാം എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ദിവസം അതിന് രാവിലും പകലിലുമായി ധാരാളമായി കൊണ്ട് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വെള്ളിയാഴ്ച ദിവസത്തെ മറ്റൊരു മര്യാദ എന്ന് പറഞ്ഞാൽ, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമുഅ അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനഹു വബൈനൽ ബൈത്തിൽ അതീഖ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ പാരായണം ചെയ്യുക എന്നാണ്. നിങ്ങൾ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ബൈത്തുൽ അതീഖിനുമിടയിൽ അള്ളാഹു പ്രകാശപൂരിതമാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, വ്യാഴാഴ്ച ദിവസം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞത് മുതൽ, അഥവാ വെള്ളിയാഴ്ച രാവ് ആരംഭിച്ചത് മുതൽ ദിവസത്തെ മഗ്രിബ് നമസ്കാരം ഇന്ന് വൈകുന്നേരം വരെയാണ് അതിനുള്ള സമയം. അതിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അതിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്താൽ ഈ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, വെള്ളിയാഴ്ച ദിവസത്തിൽ ധാരാളമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തിൽ ഫീഹി സാഅ, അതിലൊരു സമയമുണ്ട്. ആ സമയം
അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാനും വേണ്ടി നിശ്ചയിച്ച സമയമാണ്. അടിമ ആ സമയത്ത് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ആ സമയം ഏതാണ് എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്തുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം അസ്ർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയത്തിന് മുമ്പുള്ള സമയമാണ് ആ സമയം എന്നാണ്. സുഹൃത്തുക്കളെ, ആ സമയത്ത് നമ്മൾ ധാരാളമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമയുമായി ബന്ധപ്പെട്ടല്ലാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പഠിപ്പിച്ച മര്യാദകളെന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിൽ എല്ലാ സുന്നത്തുകളും മര്യാദകളും പുണ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ധാരാളമായി കൊണ്ട് പുണ്യം കരസ്ഥമാക്കാൻ നേടിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു